ഗായകൻ എം.ജി. ശ്രീകുമാറിനെതിരെ ഒരു കടുത്ത നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് വ്യക്തി, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്ന് പറയണം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ എം.ജി. ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് കുറച്ചെടുത്തുകൊണ്ട് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നത്. ഗായകൻ എം.ജി. ശ്രീകുമാറിനെതിരെയും ഭാര്യയ്ക്കെതിരെയും കടുത്ത രൂപ പിഴ ആരോപിച്ച് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വേസ്റ്റ് എറിഞ്ഞതിന് ഇപ്പോൾ വാർത്ത വരുന്നത്. എം.ജി. ശ്രീകുമാറിനും ഭാര്യയ്ക്കും കൂടി 25,000 രൂപയാണ് ഇപ്പോൾ പിഴയായി വരുന്നത്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനും ഭാര്യയ്ക്കുമെതിരെ കടുത്ത നിയമ പോരാട്ടം ഇപ്പോൾ തുടങ്ങിയത് എന്ന് പറയുന്നു. ടൂറിസ്റ്റ് വ്യക്തി തന്നെയാണ് ഇപ്പോൾ എം.ജി. ശ്രീകുമാർ വേസ്റ്റ് ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ കേസിലെ നിർണായക തെളിവ് എന്ന് പറയുന്നു. അദ്ദേഹം നിഷേധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ കേസായി മാറിയത് തന്നെയാണ് നിർണായകമായി മാറുന്നത് എന്ന് പറയണം. എം.ജി. ശ്രീകുമാറിനും ഭാര്യയ്ക്കും ഇത്തരത്തിലൊരു പണി കിട്ടിയപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുന്നു. എം.ജി. ശ്രീകുമാറിന് വരെ ഇപ്പോൾ ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പിഴ ലഭിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാളെ സാധാരണക്കാർക്കും അത് ഉണ്ടാകാം. അപ്പോൾ കോർപ്പറേഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പലരും പ്രതികരിച്ചിരിക്കുന്നത്. എം.ജി. ശ്രീകുമാറിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് കേരളക്കര മുഴുവൻ പറയുന്നത്. എം.ജി. ശ്രീകുമാറിനെ ആരും കുറ്റം പറയുന്നുമില്ല. ശരിക്കും ചെയ്യേണ്ട രീതിയിലൊന്നും തന്നെ നമ്മുടെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു. ആരാധകർക്കും ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗായകനായ എം.ജി. ശ്രീകുമാറിനെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വാർത്തകളും വരുന്നുണ്ട്. അദ്ദേഹം ചെയ്തതിൽ അദ്ദേഹത്തിന് മാത്രം തെറ്റു പറയാൻ സാധിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ അതാണ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് എന്ന് കൂട്ടിച്ചേർക്കുന്നു. കൊച്ചി കായലിലേക്ക് മാലിന്യം പൊതിഞ്ഞെറിഞ്ഞ ഗായകൻ എം.ജി. ശ്രീകുമാർ 1,00,000 രൂപയുടെ പിഴ കൂടി എത്തിയിരിക്കുകയാണ്. മുളവൂർ പഞ്ചായത്തിലെ ഗായകന്റെ വീട്ടിൽ നിന്നും മാലിന്യപ്പൊതി വീഴുന്നതിൻ്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ മൊബൈൽ ഫോണിൽ പതിയുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഇപ്പോൾ വീഡിയോ അടക്കം തന്നെ പരാതിയായി എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ ഗായകന് 25,000 രൂപ പിഴ നോട്ടീസ് നൽകുകയായിരുന്നു. വീഡിയോ ദൃശ്യം ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ തന്നെ ഇത് രേഖപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കൂട്ടിച്ചേർക്കുന്നത്. വാക്കുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം. പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു ഗായകനാണ് എം.ജി. ശ്രീകുമാർ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും നമുക്ക് അന്യരല്ല. അദ്ദേഹത്തിനെ അറിയുന്നവർക്കൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായും നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ട് തന്നെ എം.ജി. ശ്രീകുമാറിന് ഈ ഒരു വാർത്ത വന്നത് എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇനി ആരും വേസ്റ്റ് അങ്ങനെ ചെയ്യരുത് എന്നും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇത് നിക്ഷേപിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. റോഡുകളിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്നും തന്നെ വലിച്ചിടരുത് എന്ന് പറയുന്നു. എം.ജി. ശ്രീകുമാറിൻ്റെ ഈ വീടിന് ചുറ്റും തന്നെ വെള്ളമാണ്. അതുകൊണ്ടാണ് ഈ മാലിന്യം വെള്ളത്തിലേക്ക് എറിയുന്നത് കുറ്റകരമാണ് എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വീഡിയോയും പിഴയും കൂടി നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ കുറ്റമായി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പക്ഷേ എം.ജി. ശ്രീകുമാറിനെതിരായി മാറുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.